ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഇന്ന് കുറച്ചധികം കറിവേപ്പിലയും ഒരു രണ്ടേ രണ്ട് തക്കാളിയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം. ഇത് രണ്ടും ഇല്ലാത്ത വീടുകൾ ചുരുക്കമല്ലേ? അപ്പോൾ എല്ലാവർക്കും ട്രൈ ആക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയം തന്നെ വാഷ് ചെയ്യണമെന്നില്ല കേട്ടോ. വാഷ് ചെയ്തൊന്ന് ഉണങ്ങിയ കറിവേപ്പിലയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ പിന്നെ നേരെ ഡയറക്റ്റ് കറിവേപ്പില നേരെ പിച്ചി കൊണ്ടുവന്ന് കഴുകി അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉണക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതൊന്ന് ഒരു പാനിലിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി അതിൽ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന ഒരു പാകമുണ്ടല്ലോ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇനിയും ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. വേണ്ട ഇപ്പം നമ്മുടെ കറിവേപ്പിലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു സൗണ്ടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ചിൽ എന്നുള്ളൊരു സൗണ്ടാണ് ഇപ്പോൾ ഇളക്കുമ്പോൾ. പിന്നെ ഇനി നമുക്ക് തൊട്ട് നോക്കുമ്പോഴേ അറിയാം, ഒന്ന് തൊടുമ്പോഴേക്കും നല്ല പോലെ പൊടിഞ്ഞിങ്ങനെ അങ്ങ് വരും കണ്ടോ. ഈ ഒരു പാകമാണ്. അപ്പോൾ ഇതാവുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകമാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8-9 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി അല്ലി ചേർക്കുമ്പോഴാണ് കുറച്ചധികം ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത നോക്കി 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് 2 തന്നെ എടുക്കണം കേട്ടോ. തക്കാളിയിൽ പിശുക്കൊന്നും കാണിക്കണ്ട. അപ്പം അത്യാവശ്യം വലുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 3 എടുക്കണേ. ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇതിലേക്ക് ഇനി വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് അത്യാവശ്യം ഒരു വലിയ പീസ് പുളി എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൂടുവെള്ളം 1 കപ്പ് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പുളിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഞാനിതിലേക്ക് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്നങ്ങ് ഞെവിടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോഴേ പുളിവെള്ളമായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നില്ല, കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ അതിൻ്റെ കൊന്തൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പുളിവെള്ളം എടുക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഞെവിടി ഒന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് ഇടുകയാണ്, ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതും ഒന്ന് റെഡിയാക്കി ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില വഴറ്റിയെടുത്ത അതേ പാൻ തന്നെയാണ് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വേണം കേട്ടോ കടുകിട്ട് കൊടുക്കാനായിട്ട്. എനിക്ക് സാധാരണ ഈ വെളിച്ചെണ്ണ ചൂടാവുന്നവരെ ക്ഷമിക്കാനുള്ളൊരു ക്ഷമയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ കടുകിടും കേട്ടോ. അപ്പോഴിതാണ്ട് ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ കടുകൊക്കെ നന്നായിട്ടൊന്നങ്ങ് പൊട്ടി വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എണ്ണ അധികം ചൂടാവാത്തതുകൊണ്ടാണ് കടുക് പൊട്ടാൻ താമസം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇടുമ്പോഴേ പൊട്ടിയങ്ങ് വരുന്നതല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് നമ്മുടെ മൈലാഞ്ചീൻ്റെ ഒക്കെ ഒരു കളറില്ലേ, അതേപോലത്തെ ഒരു കളറാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഒരുപാട് കറിവേപ്പിലൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആ എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്.
ഇതിൽ നമ്മൾ ചേർത്ത തക്കാളിയുടെയും ആ വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണൊക്കെ കായപ്പൊടി അതും കൂടെ ചേർത്തിട്ട് ഇനി 1 ടീസ്പൂൺ സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് ചേർത്തേക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ പൗഡർ ചേർക്കുമ്പോഴേക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ അത് തന്നെ അതിൽ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചധികം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ ദാണ്ട ഇത് നന്നായിട്ട് ഇതുപോലെ ആ മസാലയായിട്ട് നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആ പുളിയുടെ കൊന്തൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് ആ പുളിവെള്ളം മാത്രമാണ് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുളിവെള്ളവും പിന്നെ അല്ലാതെ ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 കപ്പ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ചധികം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ എന്ത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണും. ഇതാണ് കേട്ടോ കറിവേപ്പില രസം. ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അധികം ഒരുപാട് നേരോട്ട് തിളപ്പിക്കേണ്ട. ഒന്ന് തിളച്ച് നന്നായിട്ടും തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിവേപ്പില രസമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇനി ഒരു താളിപ്പും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കറിവേപ്പില രസമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന രസത്തിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇതങ്ങോട്ട് മുങ്ങാ പാകത്തിന് ഒഴിച്ചിട്ട് കുറച്ചൊരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ ഫ്രൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.